രാഷ്ട്രം പുതിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അരയും തലയും മുറുക്കി മുന്നണികൾ രംഗത്തുണ്ട്. പക്ഷേ അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടുകൂടി വീണ്ടും ഒരു തുടർഭരണം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് NDA സർക്കാർ. NDA സർക്കാരിന് യാതൊരു വിധമായ വെല്ലുവിളിയുമാകാൻ ഇന്ത്യ മുന്നണിക്കായിട്ടില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ തകർച്ച തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ NDA മുന്നണി എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് BJPയും BDJSും മാത്രമായി ഒതുങ്ങുന്നു. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഒരു താമര പോലും വിരിയിക്കുവാൻ കഴിയാതെ നാണം കെട്ട് നാറി നിൽക്കുന്ന കേരള BJP ഘടകത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. തങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ലോക്സഭയിലേക്ക് ഒരംഗത്തെയെങ്കിലും താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചു വിടേണ്ടത് BJPയുടെ വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു. കെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഒക്കെ വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരു അംഗത്തെ പോലും അങ്ങോട്ടേക്ക് അയക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് BJP കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ BJPക്ക് ക്ലച്ച് പിടിക്കുവാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു കേരള പദയാത്രയുമായി അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വിഷയം ഇതൊന്നുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെക്കുന്ന സീറ്റുകളെ പറ്റിയാണ്. നമുക്കറിയാം, തൃശ്ശൂരിൽ ഒരുപടി മുന്നെയാണ് BJP നേതൃത്വം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പോലും ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വലിയ പ്രകടനമാക്കി മാറ്റുവാൻ BJPക്ക് സാധിച്ചു. സാക്ഷാൽ നരേന്ദ്രമോദിയെ നേരിട്ടെത്തിച്ചു. ഇതിനു മുമ്പ് പരിപാടികളിൽ എത്തിച്ചു. സുരേഷ് ഗോപി ഓരോ പഞ്ചായത്തുകളിലും കയറിയിറങ്ങുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിലൂടെ താമര വിരിയിക്കും. ബാലറ്റ് പേപ്പറിലൂടെ ലോക്സഭയിലേക്ക് ഒരു BJP അംഗത്തെ കേരളത്തിൽ നിന്ന് അയക്കുവാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് BJP നേതാക്കന്മാരും അണികളും NDA മുന്നണിയും കേന്ദ്ര നേതൃത്വവും ഒക്കെയുള്ളത്. പക്ഷേ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. നമുക്കറിയാം, കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ ശബരിമല വിഷയം മുൻനിർത്തിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് മത്സരിച്ച പത്തനംതിട്ട. പക്ഷേ ഇത്തവണ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പിന്നെ ആരാണ് പത്തനംതിട്ടയിൽ ആന്റണി MP എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പതിറ്റാണ്ടുകളായി അവിടെ ജനപ്രതിനിധിയായിരിക്കുന്ന MPക്ക് കടിഞ്ഞാനിടാൻ കടന്നു വരുന്ന BJP സ്ഥാനാർത്ഥി എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ പല പേരുകൾ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയുടേതായി ഉയർന്നു വരുന്നുണ്ട്. അതിൽ അവസാനം കേട്ട പേര് സിനിമാ താരം ഉണ്ണിമുകുന്ദന്റേതാണ്. നമുക്കറിയാം, ഉണ്ണിമുകുന്ദൻ ശബരിമല വിഷയത്തിലും അല്ലെങ്കിൽ ഹൈന്ദവ കാര്യങ്ങളിലും BJPയോട് അനുഭാവം പുലർത്തുന്ന മാളികപ്പുറം എന്ന സിനിമയിൽ അയ്യപ്പനായിട്ടൊക്കെ അഭിനയിച്ച് സാക്ഷാൽ അയ്യപ്പന്റെ പ്രതിരൂപമായി കണ്ടുകൊണ്ട് ഉണ്ണിമുകുന്ദനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പറയപ്പെടുന്ന കേരളത്തിലുണ്ട്. അതിൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ണിമുകുന്ദനെ പോലെ ചെറുപ്പക്കാരനായ ഒരു ഹൈന്ദവ ജനത ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ വിജയിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ പൊതുവെ ചർച്ച ചെയ്തത്. എന്നാൽ ഇപ്പോൾ സിനിമാ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം സജീവമായി നിൽക്കുന്ന, നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സജീവമായി നിൽക്കുന്ന ഉണ്ണിമുകുന്ദൻ അത്തരത്തിലൊരു മണ്ടത്തരത്തിന് തയ്യാറാകില്ല എന്നും മറ്റൊരു ചർച്ചയും നടക്കുന്നുണ്ട്. പിന്നെ ആര് ഇവിടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും? അപ്പോഴാണ് ആ പേര് ഉയർന്നു കേട്ടത് PC ജോർജ്. നമുക്കറിയാം, ഇടതുപക്ഷത്തിനൊപ്പവും വലതുപക്ഷത്തിനൊപ്പവും MLA ആയിട്ടുള്ള സ്വതന്ത്രനായി നിന്ന് പൂഞ്ഞാറിൽ, അതായത് 3 മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് പൂഞ്ഞാറിൽ മത്സരിച്ച് വിജയിച്ച് കയറി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം നുണഞ്ഞ PC ജോർജ് ഇപ്പോൾ NDA മുന്നണിയോട് അനുഭാവം പുലർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. PC ജോർജിനെ സരിതാ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിയോരങ്ങളിൽ RSSും BJPയും ഒരുക്കിയ വലിയ വലിയ പ്രകടനങ്ങൾ, സ്വീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് PC ജോർജ് NDAയോട് അനുഭാവം പുലർത്തി നിൽക്കുന്നു. ഇനി ഇടതുപക്ഷത്തേക്കോ വലതുപക്ഷത്തേക്കോ ഒരു പ്രവേശനം PC ജോർജിനോ PC ജോർജിന്റെ പാർട്ടിയായ ജനപക്ഷത്തിനോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ജനപക്ഷം പാർട്ടിയെ NDAയിൽ ലയിപ്പിച്ച് അല്ലെങ്കിൽ NDAയുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിരുന്നു PC ജോർജിന്റെ ശ്രമമെങ്കിൽ കൃത്യമായി കേരള BJP നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയുള്ള ആളല്ല. അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുത്താൽ ഉറപ്പായും നാളെ ഇത് തെറ്റിപ്പിരിഞ്ഞ് വിജയിച്ചാലും പരാജയപ്പെട്ടാലും പുറത്തേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കരുക്കൾ നീക്കി PC ജോർജിന് പത്തനംതിട്ടയിലേക്ക് ലോക്സഭയിലേക്ക് ഒരു ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത് താമര ചിഹ്നത്തിൽ BJP സ്ഥാനാർത്ഥിയായി PC ജോർജ് മത്സരിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നു. PC ജോർജും മകൻ ഷോൺ ജോർജും ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷോൺ ജോർജും ചേർന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് ഒരു യാത്രയൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം PC ജോർജിനെ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ ഇതേ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു. പത്തനംതിട്ടയിൽ PC ജോർജ് BJP സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി വരുവാൻ സാധ്യതയുണ്ടോ എന്ന്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, എനിക്ക് പ്രായം ഇത്രയായി, ഒരു നിയമസഭയിലേക്കൊക്കെ മത്സരിക്കുന്നത് പോലെയല്ല, ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ ശാരീരിക അധ്വാനം കൂടുതൽ വേണം, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാം എന്നതാണ്. പക്ഷേ PC ജോർജ് അത് ആഗ്രഹിക്കുന്നു. PC ജോർജ് പത്തനംതിട്ടയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി വന്നാൽ
പി സി ജോർജിന്റെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടുന്ന, അതായത് നമുക്കറിയാം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ ഹൈന്ദവ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള ഒട്ടനവധി ചടങ്ങുകൾ നടക്കുന്നൊരു വലിയ ലോക്സഭാ മണ്ഡലമാണ്. ആ ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് പി സി ജോർജ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി സി ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഏകദേശം 90% നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. മുന്നണി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം സ്വീകരിച്ചാൽ കേരള ജനപക്ഷത്തെ BJP ലയിപ്പിച്ച് പി സി ജോർജ് BJP കാരനായി വന്നാൽ ഉറപ്പായും BJP നേതൃത്വവും പത്തനംതിട്ടയിലെ BJP അണികളും കേരളത്തിലെ BJP അണികളും പി സി ജോർജിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങും. നമുക്കറിയാം, നമ്മൾ കണ്ട കാഴ്ചയാണ്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വഴിയോരങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിന്നുകൊണ്ട് ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ട് പി സി ജോർജിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വഴിയരികിൽ കാത്തുനിന്ന BJP RSS പ്രവർത്തകർ, ഈ പ്രവർത്തകരെല്ലാം ആവേശത്തോടു കൂടി ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പതിറ്റാണ്ടുകളോളം MLA ആയിരുന്ന ഒരു നേതാവ് BJP അംഗത്വമെടുത്ത് താമരചിഹ്നത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ പത്തനംതിട്ടയിലെ പാർട്ടി പ്രവർത്തകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ വിജയം എത്രമാത്രം സുനിശ്ചിതമാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. നിലവിലെ പത്തനംതിട്ടയിലെ MP ആന്റോ ആന്റണിയുടെ കാര്യം കഷ്ടത്തിലാണ്. മുന്നണിയിൽ പോലും ആന്റോ ആന്റണിക്കെതിരെ പടയൊരുക്കം നടക്കുന്നുണ്ട്. ആന്റോ ആന്റണി വിജയിക്കുക എന്നത് വലിയൊരു ടാസ്കായി നിൽക്കുമ്പോൾ അവിടെ പി സി ജോർജിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ പത്തനംതിട്ടയുടെ വിധി പ്രവചനാതീതമാണ്. ജനങ്ങളുടെ മനസ്സിലാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ആർക്കാണ് വിജയിക്കുക എന്നത് വോട്ടെണ്ണി തീരുമ്പോൾ മാത്രം പറയുവാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ പി സി ജോർജ് പത്തനംതിട്ടയിൽ കിട്ടാവുന്നതിൽ വെച്ച് BJPക്ക് ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയായി നിൽക്കുക തന്നെ ചെയ്യും.